ഹലോ ഗൈസ്, നമ്മളിന്ന് ചോറിന് കൂട്ടാനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറികൾ പരിപ്പ് മുരിങ്ങയില തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടി, തക്കാളി ചാറ്, മുളക്, പപ്പടം ഇതൊക്കെയാണ് കേട്ടോ. ഞങ്ങളത് കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു കോമ്പിനേഷൻ. അപ്പം ഈ മുരിങ്ങയിലയും പരിപ്പും ഉള്ളത് നല്ലൊരു ഹെൽത്തി കറിയാണല്ലോ. ഇതങ്ങനെ എപ്പോഴും വെക്കാറില്ല, കാരണം മുരിങ്ങയില തന്നെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ടേസ്റ്റിനൊരു ചെറിയൊരു കയ്പുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ഈ പരിപ്പൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ നാൾ കൂടിയാണ് വെച്ചത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കറിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ മുരിങ്ങയില അടത്തിയതും നല്ല കഴുകി വൃത്തിയായിട്ട് എടുത്ത മുരിങ്ങയിലയും പിന്നെ നമ്മൾ സവാള അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞിട്ടു കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്ത് വെക്കുക. ഞാൻ ഇച്ചിരി പരിപ്പ് കൂടുതലാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ ഈ മുരിങ്ങയില തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവിടെ അങ്ങനെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പരിപ്പ് കൂടുതൽ എടുത്തത്. പക്ഷേ മുരിങ്ങയില കൂടുതൽ എടുക്കുന്നതാണ് ഹെൽത്തി കേട്ടോ. അപ്പോൾ എന്തെങ്ങനെയെങ്കിലും മുരിങ്ങയില കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ചട്ടി തന്നെ പോകുന്നു, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. മറ്റേ ടോങ്ങ് പിടിക്കുമ്പോഴത്തേനും ക്യാമറ മറിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാഞ്ഞത്. കൈയൊക്കെ കുറച്ച് പൊളി കേട്ടോ. അപ്പം അങ്ങനെ ഇത് നമ്മൾ തേങ്ങയും ഇട്ടു, പരിപ്പും ഇട്ടു, ഇളക്കി നമ്മളൊന്ന് അടച്ചു വെച്ച് കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അതെടുത്താൽ കൂടെ മാറ്റി വെച്ചു. പിന്നെ തക്കാളി ചാറിന് വേണ്ടി തക്കാളി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് തക്കാളിയും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടാണ് ഞാൻ വേവിച്ചത്. എന്നിട്ട് നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. തേങ്ങയും 2 ജീരകവും ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് അരച്ച് ചേർത്ത് അതൊന്ന് തിളച്ചപ്പം നമ്മുടെ കടുക് തിളച്ച് ഒഴിച്ചു കേട്ടോ. കടുക് താളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, പിന്നെ ഉള്ളിയും അരിഞ്ഞിട്ടു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു, അതെടുത്ത് മാറ്റി വെച്ചു. കോവയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ നേരത്തെ വെച്ചതായിരുന്നു, അതൊന്ന് ചൂടാക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അതും എങ്ങനെയാണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ. കോവയ്ക്ക അരിഞ്ഞ് നമ്മുടെ സവോളയും പച്ചമുളകും പിന്നെ ഒരല്പം മസാലയും കൂടെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി. പിന്നെ ഇത് നമ്മൾ പപ്പടം വറുക്കുന്നു. അങ്ങനെ പപ്പടവും വറുത്തിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് അല്പം മസാല ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അമ്മയാണ് എനിക്കത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കാറുള്ളത്. അല്പം മഞ്ഞൾ പൊടിയും അല്പം മസാലയും കൂടെ, മുളക് പൊടി വേണമെങ്കിൽ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഇടാം. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറ് വിളമ്പി, അതുപോലെ നമ്മുടെ പരിപ്പ് മുരിങ്ങയില തോരൻ, നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഒരു ചെറിയ മുളക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മുളകിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. അച്ചാറൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് തൊടുകറിയായിട്ട് കൂട്ടാൻ അടിപൊളിയാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ തക്കാളി ചാറ്, പിന്നെ നമ്മുടെ പപ്പടം, എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിച്ചു. അടിപൊളിയാണ് കേട്ടോ. ഗൈസ്, നിങ്ങളെല്ലാവരും എന്താണ് കഴിച്ചത് കമൻറ്റ് ചെയ്യണം കേട്ടോ. കറികളൊക്കെ ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് വേറെ റെസിപ്പീസൊക്കെ, അതായത് വേറെ രീതിയിൽ കറിയൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പം ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും കഴിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഉണ്ണിച്ചൻ കഴിച്ചു, ഉണ്ണിച്ചന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.